ആന്റണി പെരുമ്പാവൂരിനെ മുന്നിൽ നിർത്തി പലരും കളിക്കുന്നുവെന്ന് കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ജി സുരേഷ് കുമാർ. താരങ്ങളെ പേടിച്ച് മിണ്ടാതിരിക്കാനാവില്ല. താൻ പറഞ്ഞത് മുഴുവൻ സംഘടനയുടെ തീരുമാനമാണ്. അമ്മ സംഘടനയുമായി ഒരു പ്രശ്നവുമില്ലെന്നും പ്രതിഫലം കൂട്ടുന്നവർ വരുമാനം കുറയുമ്പോൾ നഷ്ടം സഹിക്കണമെന്നും ജി സുരേഷ് കുമാർ ജനൻ ടിവിയോട് പറഞ്ഞു. ഇപ്പോൾ ആന്റണി പെരുമ്പാവൂരൊന്നും അല്ല ഇത് പറയുന്നത്. ആന്റണിക്ക് ഇത് പറയാനുള്ള ഒരു ആംബിയറും ഇല്ല, ആന്റണി പറയത്തുമില്ല. എന്ന് വെച്ചാൽ നമുക്കെതിരെ ഒന്നും ആന്റണി ആവശ്യമില്ല, പറയേണ്ട കാര്യമില്ല. ഒരു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെതിരെ പോലും പറയേണ്ട, അങ്ങനെ ചെയ്യുന്ന ഒരാളുമല്ല ആന്റണി. ആന്റണിയുടെ പിന്നിൽ നിന്ന് ചിലർ കളിക്കുകയാണ്, ആന്റണിയെ മുന്നിൽ നിർത്തി പിന്നിൽ നിന്ന് ചിലർ കളിക്കുകയാണ്. അത് ചില താരങ്ങളാണ്. അവർ മുമ്പിൽ വരട്ടെ, അപ്പം നമുക്ക് സംസാരിക്കാം. ഇപ്പം 100 കോടി ക്ലബ് എന്ന് പറയുന്നത് 100 കോടി ക്ലബ്ബിൽ കളക്ട് ചെയ്ത് 100 കോടി കളക്ട് ചെയ്ത ഒരു പടം ആരെങ്കിലും കാണിച്ചിട്ട് കളക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഗ്രോസ് കളക്ഷനല്ല. വല്ലവർക്കും കിട്ടുന്ന, ഗവൺമെൻറ്റിന് കിട്ടുന്ന പൈസയും കൂടെ നമ്മുടെ അക്കൗണ്ടിൽ എഴുതാനൊക്കില്ല. എക്സിബിറ്ററിന് കിട്ടുന്ന പൈസ നമ്മുടെ അക്കൗണ്ടിന് എഴുതാനൊക്കും. നമ്മുടെ കണക്ക് ബുക്കിൽ എത്ര വരും എന്നുള്ളതാണ് നമ്മുടെ കണക്ക്. പ്രൊഡ്യൂസറിന് കിട്ടുന്ന ഷെയർ 1 രൂപ കളക്ട് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസറിന് കിട്ടുന്ന 30 പൈസയാണ്, അല്ലെങ്കിൽ 25-നും 30-നും ഇടയ്ക്കുള്ളൂ. പബ്ലിസിറ്റിയും കൂടെ കുറച്ച് ഒരു 27 പൈസ പ്രൊഡ്യൂസറിന് വരത്തുള്ളൂ. ഇതൊരു സത്യമാണ്. ഈ സത്യം ഞങ്ങൾക്ക് പറയാൻ പാടില്ലേ. പിന്നെ ഈ താരങ്ങളെ പേടിച്ച് ഞങ്ങൾ മിണ്ടായിരിക്കണം, അതൊക്കെ അങ്ങ് വേറെ പറഞ്ഞാൽ മതി. ഞങ്ങൾക്ക് ഇവരാരെയൊന്നും പേടിയൊന്നുമില്ല. അമ്മ എന്ന് പറഞ്ഞാൽ സംഘടനയായിട്ട് ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. അമ്മ നമ്മളെ ഒത്തിരി സഹായിച്ചും. ഇപ്പോൾ മോഹൻലാൽ അമ്മയുടെ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഷോ ഒക്കെ ചെയ്തത്. അമ്മയായിട്ട് ഞങ്ങൾക്കൊരു വിഷയമല്ല. അമ്മയായിട്ട് ഞങ്ങൾക്ക് എന്ത് പ്രശ്നം? സംഘടനയുടെ തീരുമാനം, സംഘടന മാത്രമല്ല എല്ലാ സംഘടനകളും കൂടെ ഉള്ള തീരുമാനമാണ്. പ്രൊഡ്യൂസേഴ്സ്, ഫിയോക്ക്, ഫെഫ്ക, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എല്ലാവരും, അതിൻ്റെ പ്രമുഖന്മാരെല്ലാവരും അതിൻ്റെ അകത്തുണ്ടായിരുന്നു. ഫെഫ്കയിൽ നിന്ന് ബി ഉണ്ണികൃഷ്ണനും സിബി മലയിലും അവിടെ ഉണ്ടായിരുന്നു. ഫിയോക്കിൽ നിന്ന് വിജയകുമാർ ഉണ്ടായിരുന്നു. ഡിസ്ട്രിബ്യൂട്ടേഴ്സിൽ നിന്ന് സിയാദ് കോക്കർ ഉണ്ടായിരുന്നു. പിന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ പ്രസിഡൻറ്റ് ഡിസ്റ്റിൻ സ്റ്റീഫൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഒരു മീറ്റിങ്ങിലാണ് തീരുമാനം ഉണ്ടായത്. ആ തീരുമാനം പറയുക എന്നുള്ളത് അതിൻ്റെ ചെയർ ചെയ്ത്, ആ മീറ്റിംഗ് ചെയർ ചെയ്ത എൻ്റെ ഒരു കടമയായതുകൊണ്ട് ഞാനത് പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാനും പ്രൊഡ്യൂസേഴ്സ് കിടന്ന് ബഹളം ഉണ്ടാക്കാനും ഒക്കെ കാര്യം എന്താണ്? OTT എന്ന് പറയുന്ന ഒരു വലിയൊരു മല ഇടിഞ്ഞ് താഴെ പോയി.